ഹലോ നമസ്കാരം, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കീമിന്റെ സൈറ്റ് വഴി എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നോക്കാം. ഗൂഗിളിൽ കീം എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഹോം പേജിലെ കീം 2025 കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്തു വരുന്ന ഹോം പേജിൽ നൽകിയിരിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിലെ ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അല്ലെങ്കിൽ SMS OTP യൂസ് ചെയ്താണ് ലോഗിൻ ചെയ്യാൻ സാധിക്കുക. ഇമെയിൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇമെയിലിലേക്ക് വന്നിരിക്കുന്ന OTP കൃത്യമായി നൽകിയതിനു ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതല്ല SMS ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ SMS എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോൺ നമ്പറിലേക്കാണ് OTP വരിക. സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറിലേക്ക് OTP മെസ്സേജ് ലഭിക്കുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് കൃത്യമായിട്ട് എൻ്റർ OTP എന്നുള്ള ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പേയ്മെന്റ് ഓപ്ഷൻ ആണ് ചെയ്ത് നൽകേണ്ടത്. നിലവിൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായിട്ടുള്ള പേയ്മെന്റ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 2000 രൂപയും അതർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് 500 രൂപയുമാണ്. പേയ്മെന്റ് അടച്ചാൽ മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നത്. അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് രജിസ്ട്രേഷൻ തുക തിരികെ ലഭിക്കുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർക്ക് ഫീസ് പേ ആയി പരിഗണിക്കുന്നതാണ്. പിന്നീട് ഇത് തിരികെ ലഭിക്കുന്നതല്ല. ഫീസ് അടച്ചാൽ മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ ഓപ്ഷൻസ് എനേബിൾ ആണ്. കാർഡ് പേയ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാർഡ് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ATM കാർഡിന്റെ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്പയറി മന്ത് ആൻഡ് ഇയറും CVV നമ്പറും കൊടുത്തതിന് ശേഷം കാർഡ് ഹോൾഡറുടെ പേരും കൂടി കൃത്യമായി ടൈപ്പ് ചെയ്യുക. മേക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ജനറൽ കാറ്റഗറിക്ക് ഫീസ് ആയിട്ട് 2000 രൂപ സൈറ്റിൽ വരുന്നതാണ്. അതർ കാറ്റഗറീസിന് 500 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. ഫോണിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ വന്നിരിക്കുന്ന OTP കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം വെരിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പേയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഞാനിവിടെ വന്നിരിക്കുന്ന OTP കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം വെരിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വീണ്ടും കീമിന്റെ ഹോം പേജിലേക്ക് തന്നെയാണ് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുക. പേയ്മെന്റ് പ്രോസസ്സ് സക്സസ് ആയതിനു ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ കോളേജുകളിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കോളേജുകളുടെയൊക്കെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഒരു തവണ മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആവശ്യമായ എല്ലാ കോളേജുകളും പ്രിഫറൻസ് അനുസരിച്ച്, അതായത് ആദ്യം ഏതാണോ വേണ്ടത് അത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടും അടുത്തതായിട്ട് വേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടും ഇങ്ങനെ ഓരോ കോളേജുകളും അഥവാ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളും സെലക്ട് ചെയ്ത് നൽകി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിവരങ്ങൾ ഗവൺമെന്റ്, എയ്ഡഡ്, സെൽഫ് ഫിനാൻസിംഗ് ഏതാണ് എന്നുള്ളത് സൈറ്റിൽ വളരെ വ്യക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ സെർച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി സെർച്ച് ചെയ്തോ അതല്ല എങ്കിൽ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുത്തോ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഓപ്ഷനാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇത് സെർച്ച് ചെയ്തതിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതല്ല പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിന്റെ പേര് ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കൃത്യമായി കൊടുത്തതിന് ശേഷം വന്നിരിക്കുന്ന പേജിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ലഭിച്ചാൽ സെലക്ട് എന്ന് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു ഓപ്ഷൻ ആഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഞാനിവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമായ എല്ലാ കോഴ്സുകളും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ആവശ്യമായ എല്ലാ ഓപ്ഷനുകളും സെലക്ട് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിന്റ് ഓപ്ഷൻ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രിന്റ് ഔട്ടും കൃത്യമായി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. പൈസ ബസാറിന്റെ സൈറ്റിലൂടെ ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ വേഗത്തിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. നിരവധി മികച്ച ഫീച്ചറുകളോടെ
ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ പൈസ ബസാറിന്റെ സൈറ്റിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യൂ. കീമിന്റെ സൈറ്റിലെ ഓൾറെഡി നൽകിയിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നും പുതിയ വിവരങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർക്കാമെന്നും നോക്കാം. കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ വിവരങ്ങൾ കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറിയതിനു ശേഷം ലഭിക്കുന്ന ഹോം പേജിൽ നൽകിയിരിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ OTP ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. മെയിൽ അല്ലെങ്കിൽ മൊബൈൽ OTP ചൂസ് ചെയ്തതിനു ശേഷം വന്നിരിക്കുന്ന OTP മെസ്സേജ് കൃത്യമായി സൈറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഏതൊരു പ്രോസസ്സ് ചെയ്യുമ്പോഴും OTP കൊടുത്ത് കണ്ടിന്യൂ ചെയ്താണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാനും നിലവിൽ വേണ്ടാത്ത ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് നൽകാനും സാധിക്കുന്നതാണ്. എത്ര ഓപ്ഷൻസ് ആണോ വേണ്ടത് ഓരോന്നും ഇതുപോലെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് നൽകേണ്ടതാണ്. ശേഷം ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്ഷൻസ് ആഡ് ചെയ്തതിന് ശേഷം പ്രിന്റ് ഓപ്ഷൻ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രിന്റ് ഔട്ട് എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും വിവരങ്ങൾ ആഡ് ചെയ്തതിനു ശേഷം മറ്റേതെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. ആവശ്യമായ ഓപ്ഷൻസ് മാത്രമാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. ആവശ്യമില്ലാത്തവ കൃത്യമായി ഡിലീറ്റ് ചെയ്തതിനു ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രിന്റ് ഓപ്ഷൻ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിലവിലെ പ്രൊഫൈലിൽ എന്തൊരു അപ്ഡേഷൻ വരുത്തിയാലും അതായത് ആഡ് ചെയ്താലും ഡിലീറ്റ് ചെയ്താലും സേവ് ചെയ്തതിനു ശേഷം പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപേക്ഷാ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നിലവിൽ ജൂലൈ 18 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കീമിന്റെ സൈറ്റിൽ ഇപ്പോൾ മെഡിക്കൽ ആൻഡ് അനുബന്ധ കോഴ്സുകളിലേക്ക് നീറ്റിന്റെ മാർക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷനും എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറിയാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകാൻ സാധിക്കുന്നത്. ഇതിന്റെ വിശദമായ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട അവസാന തീയതി 21-ാം തീയതി വരെയാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും